എല്ലാവർക്കും മെഡി പ്ലസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെഡിക്കൽ കോഴ്സുകളിലെ ഒരു ന്യൂജൻ കോഴ്സാണ് BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് അല്ലെങ്കിൽ BSc ഫിസിഷ്യൻ അസോസിയേറ്റ് എന്ന പ്രോഗ്രാം. ഈ കോഴ്സിന് വേണ്ട യോഗ്യത, ഈ കോഴ്സ് ഉള്ള കോളേജുകൾ, ജോബ് പ്രൊഫൈൽ, ജോലി സാധ്യതകൾ തുടങ്ങി BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. നൈറ്റ് ഡ്യൂട്ടിയും അധികം എമർജൻസി ജോലികളും ഇല്ലാത്ത ഒരു മെഡിക്കൽ ഫീൽഡ് ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ഒരു നല്ല ഓപ്ഷനായിരിക്കും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് ചെയ്യുന്നത്. പ്രാക്ടിക്കലായി പറഞ്ഞാൽ സാധാരണയായി സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന്റെ കോഓർഡിനേറ്ററായാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് പ്രവർത്തിക്കുന്നത്. ഈ കോഴ്സിന് വേണ്ട യോഗ്യത PCB സബ്ജക്റ്റിൽ +2 പാസ്സായിരിക്കണം എന്നതാണ്. ഓരോ സ്ഥാപനത്തിനനുസരിച്ച് മിനിമം വേണ്ട മാർക്കിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ആദ്യം തന്നെ പറയട്ടെ, കേരളത്തിൽ LBS വഴിയോ അല്ലെങ്കിൽ PNC മാർക്ക് വഴിയോ BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് കോഴ്സ് ലഭ്യമല്ല. ഈ കോഴ്സ് ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി തുടങ്ങിയ പ്രമുഖ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളിൽ മാത്രം ലഭ്യമാണ്. സൗത്ത് ഇന്ത്യയിൽ ഈ കോഴ്സുള്ള ടോപ്പ് കോളേജിൽ ഒന്ന് ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലാണ്. പിന്നെ ഒരു ഫിസിഷ്യൻ പോലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് അറിവ് കിട്ടും? പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? കിട്ടിയാൽ തന്നെ എന്ത് ശമ്പളം കിട്ടാൻ സാധ്യതയുണ്ട്? തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കുക. ഒന്ന് പറയാം, ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ എവിടെ പഠിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം എവിടെ പഠിച്ചു എന്നതിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട് എന്നത് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന ഫിസിഷ്യന് മനസ്സിലാകും എന്നത് തന്നെ. BSc റേഡിയോ തെറാപ്പി, BSc റേഡിയോളജി, BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc നഴ്സിംഗ് കോഴ്സ് അഡ്മിഷൻ ഡീറ്റെയിൽസ്, കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലെ BSc നഴ്സിംഗ് ഫീ സ്ട്രക്ചർ, മാനേജ്മെന്റ് കോട്ടയിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ എങ്ങനെ നേടാം, ടോപ്പ് 5 പാരാമെഡിക്കൽ കോഴ്സുകൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് തുടങ്ങിയ കോഴ്സുകളെ കുറിച്ചുള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഇനി ഫിസിഷ്യൻ അസിസ്റ്റന്റിന്റെ ജോബ് പ്രൊഫൈൽ എന്താണെന്ന് നോക്കാം. ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഫിസിഷ്യന്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ ഈ പോസ്റ്റ് നഴ്സിന് മുകളിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിരിക്കും ഹോസ്പിറ്റലിലെ ഒരു സീനിയർ ഡോക്ടറുടെ മിക്ക കാര്യങ്ങളും കോഓർഡിനേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റുമാർ ഡോക്ടർമാരെ പല രീതിയിലാണ് സഹായിക്കുന്നത്. പേഷ്യന്റ് ഹിസ്റ്ററി മനസ്സിലാക്കുക, രോഗവിവരം മനസ്സിലാക്കുക, വിവിധ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് രോഗിക്ക് വിവരം നൽകുക, കൂടാതെ വിവിധ സ്പെഷ്യാലിറ്റികളിൽ, ഉദാഹരണത്തിന് കാർഡിയോളജി, സർജറി, ഓർത്തോ, ഡെർമറ്റോളജി, പീഡിയാട്രിക്, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിൽ ഉള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ സഹായിക്കുക, പരിശോധനകൾ കോർഡിനേറ്റ് ചെയ്യുക തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. ടൈം ഈസ് മണി എന്ന ഈ കാലത്ത് ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റിന് ഡോക്ടേഴ്സിന്റെ ജോലി വളരെ എളുപ്പമാക്കാൻ സാധിക്കുകയും അതുമൂലം ഡോക്ടേഴ്സിന്, പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന് കൂടുതൽ സമയം ലാഭിക്കാൻ കഴിയുകയും ചെയ്യും. ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ 4 വർഷമാണ്. വളരെ ഡിമാൻഡുള്ള ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ ഏതെങ്കിലും പ്രമുഖ ഹോസ്പിറ്റലുകളിൽ അഡ്മിഷൻ എടുക്കുകയോ സീറ്റ് ബുക്ക് ചെയ്യുന്നതോ ആയിരിക്കും എപ്പോഴും നല്ലത്. ഒന്നുകൂടി പറയട്ടെ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് കോഴ്സാണിത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ മാത്രം ഈ കോഴ്സ് പഠിച്ച ശേഷം എക്സ്പീരിയൻസ് നേടിയില്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടുക എന്നത് നിങ്ങളുടെ ഒരു സ്വപ്നമായി തന്നെ അവശേഷിച്ചേക്കാം. ഇനി BSc ഫിസിഷ്യൻ അസിസ്റ്റന്റിന്റെ സാലറി എത്രയാണെന്ന് നോക്കാം. കോഴ്സ് കഴിഞ്ഞവർക്ക് ഏകദേശം 30,000 മുതൽ 50,000 രൂപ വരെയാണ് തുടക്കത്തിൽ ലഭിക്കാവുന്ന സാലറി. എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറി വളരെ കൂടുതൽ ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്നുകൂടി സൂചിപ്പിക്കട്ടെ. നിങ്ങൾക്ക് BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് കോഴ്സിനെ കുറിച്ച് ഏതാണ്ടൊരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ ഈ കോഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ മറുപടി നൽകുന്നതാണ്. അഡ്മിഷൻ ഗൈഡൻസിനും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലെ ഉപകാരപ്രദമായ വിദ്യാഭ്യാസ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ റിലേറ്റഡ് ആയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനുമായി ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.